വാർത്തകൾ വിശദമായി. അഭ്യസ്തവിദ്യരായ എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കാനുള്ള തീവ്രയത്ന പരിപാടിയാണ് ജോബ് സ്റ്റേഷനിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ജോലി ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി വിശദീകരിച്ചു. ആറന്മുള മണ്ഡലത്തിലെ ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം കോഴഞ്ചേരി പഞ്ചായത്ത് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മൈഗ്രേഷൻ കോൺക്ലേവ് 2024 മുന്നോട്ട് വച്ച ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ജോബ് സ്റ്റേഷൻ ആരംഭിച്ചു കഴിഞ്ഞെന്നും മന്ത്രി അറിയിച്ചു. തൊഴിൽ എന്ന ലക്ഷ്യം നേടാൻ എല്ലാവരും ജോബ് സ്റ്റേഷനിലൂടെ കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ എല്ലാ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾക്കും തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി, തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കർമ്മ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. നോളജ് എക്കോണമി മിഷന്റെ DWMS പോർട്ടലിൽ പത്തനംതിട്ട ജില്ലയിൽ 50,000 പേരാണ് തൊഴിൽ അന്വേഷകരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 50,000 പേർക്കും അതോടൊപ്പം തന്നെ ജില്ലയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആദ്യഘട്ടത്തിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള എല്ലാവർക്കും തന്നെ തൊഴിൽ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര യജ്ഞ പരിപാടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ തിരുവല്ലയിൽ നടന്ന മൈഗ്രേഷൻ കോൺക്ലേവിൽ ബഹുമാന്യനായ മുൻ മന്ത്രി ഡോക്ടർ TN തോമസ് ഐസക് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും ജോബ് സ്റ്റേഷനുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ആറന്മുള നിയോജക മണ്ഡലത്തിലെ ജോബ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കോഴഞ്ചേരി പഞ്ചായത്തിലാണ്. കോഴഞ്ചേരി പഞ്ചായത്തിലെ ജോബ് സ്റ്റേഷനിലാണ് ഞങ്ങൾ ഉള്ളത്. ഉദ്ഘാടന യോഗത്തിൽ കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. അടുത്ത 2 വർഷം കൊണ്ട് 40 ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റ്യൻ. എല്ലാ വീടുകളിലും ശുദ്ധജല വിതരണം ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് 18 ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകാൻ കഴിഞ്ഞതായും മന്ത്രി റോഷി അഗസ്റ്റ്യൻ പറഞ്ഞു. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയിൽ വെൺമണി ഗ്രാമപഞ്ചായത്തിലെ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദീർഘകാലമായി കുടിവെള്ള പ്രശ്നം നേരിടുന്ന ചെങ്ങന്നൂരുകാർക്ക് പദ്ധതി വലിയ ആശ്വാസമാകുമെന്നും മന്ത്രി പറഞ്ഞു. നമുക്കെല്ലാ കുടുംബങ്ങളിലും ശുദ്ധജല വിതരണം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഈ പദ്ധതി നാടിൻ്റെ സമഗ്രമായ മാറ്റത്തിൻ്റെ ഒരു പുതിയ പ്രോജ്വലമായ സംഭവമാണ്. ഈ ഗവൺമെൻറ് 17 ലക്ഷം കുടുംബങ്ങളിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് കുടിവെള്ളം കൊടുക്കാൻ കഴിഞ്ഞത്. എന്നാൽ 60 വർഷക്കാലം കൊണ്ട് 17 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിച്ച സ്ഥിതി നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് നമ്മൾ 18 ലക്ഷം പുതിയ കണക്ഷൻ കൊടുത്തു. ഇനി ശേഷിച്ച 2 വർഷക്കാലം കൊണ്ട് 40 ലക്ഷം കുടുംബങ്ങളിൽ കൊടുക്കും. കേരളത്തിലെമ്പാടും ഈ പദ്ധതി നടപ്പിലാക്കാൻ 42,000 കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്തു. അവ സമഗ്രമായ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഭൂഗർഭജലം കുറയുകയും കടലിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്ന അത്യപൂർവമായ ഈ കാഴ്ച ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുളവാക്കും എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പാറച്ചന്തയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP, കേരള വാട്ടർ അതോറിറ്റി സെൻട്രൽ റീജിയൻ ചീഫ് എഞ്ചിനീയർ VK പ്രദീപ്, വെൺമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TC സുനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്ന് പ്രഖ്യാപിച്ച ലോകത്തെ ആദ്യ സർവ്വമത സമ്മേളനത്തിന് 100 വയസ്സ്. ആലുവ സർവ്വമത സമ്മേളന ശതാബ്ദി 2024 ഭാഗമായി സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളെ ഉൾപ്പെടുത്തി മാന്നാറിൽ സർവ്വമത കൺവെൻഷൻ നടത്തി. സർവ്വമത കൺവെൻഷൻ കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആലുവയിലെ സർവ്വമത സമ്മേളനം ലോകത്തിനൊരു പുതിയ വഴികളെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. പലതിൻ്റെയും പേരിൽ, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, കലഹത്തിൻ്റെയും കലാപത്തിൻ്റെയും കൊടിക്കുറ ഉയർത്തുന്നവരുടെ മുമ്പിൽ ഗുരുദേവൻ പറഞ്ഞു എല്ലാം ഒന്നു തന്നെയാണ് എന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ജില്ലക്കാരൻ, മലയാളിയുടെ അഭിമാനമായ വയലാർ എഴുതിയത്, മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മതിനാക്ഷരീ മന്ത്രം ചൊല്ലിയില്ലെന്നേ വരെ, മരണം മരണമെന്നെപ്പോഴും മന്ത്രിക്കും മതമാ മനുഷ്യന്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി എന്ന്. മതങ്ങൾക്കുപരിയാണ് മനുഷ്യനെന്ന് ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ മതങ്ങൾ നടുങ്ങിപ്പോയി എന്നാണ് വയലാർ രാമവർമ്മ ചേർത്ത് വെക്കുന്നത്. ഇന്ന് മതം എന്ന് പറഞ്ഞാൽ അധികാരത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി കാണുകയും അതിനുവേണ്ടി എങ്ങനെയെല്ലാം മതത്തെ വിനിയോഗിക്കാൻ കഴിയുമെന്ന് നോക്കുകയും മതം ഒരു ഇക്കിളിപ്പെടുത്തലാവുകയും ആ ഇക്കിളിപ്പെടുത്തലുകളിലൂടെ എന്നെയും നിങ്ങളെയും ഇക്കിളിപ്പെടുത്തുമ്പോൾ, മതം എന്നതിൻ്റെ പേര് പറഞ്ഞും ഇക്കിളിപ്പെടുത്തുമ്പോൾ എത്രമാത്രം നമുക്ക് വോട്ട് ലഭ്യമാകും എന്നുള്ള ചിന്തയോടുകൂടി നിൽക്കുന്നിടത്ത് മതം കേവലമായ ഒരു വോട്ടിനുള്ള ഒന്നാവുകയും അതിനൊരു ഇക്കിളിപ്പെടുത്തൽ മാത്രമാവുകയും അധികാരത്തിന്റെ ചവിട്ടുപടിയായി തീരുകയും ചെയ്യുന്നുണ്ട്.
ലോകത്തെ ആദ്യത്തെ സർവ്വമത സമ്മേളനമായി കണക്കാക്കുന്ന 1893 ചിക്കാഗോ സർവ്വമത സമ്മേളനം എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണെന്ന് പറയാനായിരുന്നില്ല സംഘടിപ്പിച്ചത്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 400-ാം വാർഷികം പ്രമാണിച്ച് നടത്തിയ ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു അത്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനമാണ് ആലുവ സർവ്വമത സമ്മേളനം നടത്തിയത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരു എഴുതി വച്ചത്. ക്ഷേത്രം എന്ന വാക്കിനു പകരം മാതൃകാസ്ഥാനം എന്ന വാക്ക് ഗുരു ബോധപൂർവം എഴുതുകയായിരുന്നു. ക്ഷേത്രം എന്ന വാക്ക് ഒഴിവാക്കിയ ഗുരുവിനെ ഇവിടെ കാണാൻ കഴിയും. മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും പേരിൽ കലാപക്കൊടികൾ ഉയർത്തുന്നവർക്ക് എല്ലാ മതങ്ങളും ഒന്നു തന്നെയാണെന്ന ഗുരുവചനങ്ങൾ മാതൃകയാകണം. മതനിരപേക്ഷത ലോകത്തിനു മുന്നിൽ പ്രായോഗികമായി അവതരിപ്പിക്കാൻ ഗുരുവിന് കഴിഞ്ഞു. മതവും ദൈവവും വോട്ട് ബാങ്കുകളാകുകയും അധികാരത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറുകയും ചെയ്യുന്ന കാലത്ത് സർവ്വമത സമ്മേളനത്തിൻ്റെ സന്ദേശം ഓർമ്മപ്പെടുത്താൻ സർവ്വമത കൺവെൻഷനുകൾ സഹായിക്കുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. മാന്നാർ ശ്യാമശ്രീ കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായിരുന്നു. ശിവഗിരി മഠം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ, മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ, കേരള യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എം എ സിദ്ദിഖ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. 1924 മാർച്ച് 3-4 തീയതികളിലായിരുന്നു ആലുവയിൽ സർവ്വമത സമ്മേളനം ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത ഭാരത് അരി ചങ്ങനാശ്ശേരിയിൽ വരുന്നതറിഞ്ഞ് ജനങ്ങൾ തടിച്ചുകൂടി. കിലോഗ്രാമിന് 29 രൂപ നിരക്കിൽ 5 കിലോ 10 കിലോ പാക്കറ്റുകളിലായിട്ടായിരുന്നു അരി വിതരണം. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പെരുന്ന നമ്പർ 2 ബസ് സ്റ്റാൻഡിൽ അരി എത്തുമെന്നാണ് അറിയിപ്പ് ലഭിച്ചത്. എന്നാൽ 9 മണി മുതൽ പെരുന്ന ബസ് സ്റ്റാൻഡിൽ അരി വാങ്ങിക്കാനായി എത്തിയ ജനങ്ങളുടെ നീണ്ട നിര അനുഭവപ്പെട്ടു. ഒരാളിന് ഒരു പാക്കറ്റ് എന്ന കണക്കിലായിരുന്നു അരി വിതരണം. അരി തികയാതെ വന്നതിൽ അമർഷം രേഖപ്പെടുത്തിയവരും ഉണ്ടായിരുന്നു. അരി വന്നിറങ്ങിയ സമയത്ത് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ജനങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ഇതിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനം BJP സംസ്ഥാന കമ്മിറ്റി അംഗം MP രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വസ്തുക്കളുടെ വില വർധന പിടിച്ചു നിർത്തുവാനായിട്ട്, പ്രത്യേകിച്ച് അരിയുടെ വിലയെ പിടിച്ചു നിർത്തുവാനായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭാരത് അരി വിപണിയിൽ ഇറക്കിയിരിക്കുകയാണ്. ഇന്ന് ഭാരതമെമ്പാടും തന്നെ ജനങ്ങളെല്ലാം 2 കൈയും നീട്ടി വളരെ സന്തോഷത്തോടുകൂടി ഈ സംരംഭത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. ഞാൻ അധികവും ദീർഘിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കോട്ടയം ജില്ലയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലയിലായിരുന്നു. ഇന്ന് കേരളത്തിന്റെ വ്യാപകമായിട്ട് എല്ലാ ജില്ലകളും എത്തിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ചങ്ങനാശ്ശേരി താലൂക്കിൽ എത്തിയിരിക്കുകയാണ്. ഈ ചങ്ങനാശ്ശേരി താലൂക്കിൽ ഇതിന്റെ വിതരണം ഇന്നത്തെ ദിവസം ഈ 1 ലോഡ് കൂടി തീർക്കും. അതിനുശേഷം വീണ്ടും 2-3 പ്രാവശ്യമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ താലൂക്കിലുള്ള മിക്കവാറും എല്ലാ ആളുകൾക്കും തന്നെ ഇത് ലഭിക്കത്തക്ക വിധത്തിലുള്ള ആസൂത്രണം ചെയ്തിട്ടുണ്ട്. യോഗത്തിൽ BJP സംസ്ഥാന കൗൺസിൽ അംഗം PP ധീരസിംഹൻ അധ്യക്ഷനായിരുന്നു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മെമ്പർ KR രവീന്ദ്രൻ ഭാരത് അരി വിതരണം ചെയ്തു. മധ്യമേഖല ഉപാധ്യക്ഷൻ NB കൃഷ്ണകുമാർ, മണ്ഡലം പ്രസിഡന്റ് രതീഷ് ചെങ്കിലാത്ത്, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് P സുരേന്ദ്രനാഥ്, അഡ്വക്കേറ്റ് PS ശ്രീധരൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ KK സുനിൽ, കണ്ണൻ പായിപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. നീലംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ഭാരത് അരി വിതരണം BJP മണ്ഡലം പ്രസിഡന്റ് വിനോദ് ജി മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധയിനം പദ്ധതിയിൽപ്പെട്ടതാണ് ഇപ്പോൾ ഈ ഭാരത് റൈസ് ഇന്ന് നീലംപേരൂർ പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്നത്. മണ്ഡലാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നീലംപേരൂർ പഞ്ചായത്തിൽ ഈര ജംഗ്ഷനിൽ 29 രൂപ കിലോ പ്രകാരം 10 കിലോയുടെ ഒരു പാക്കേജ് 290 രൂപയ്ക്ക് ആൾക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു പദ്ധതി തന്നെയാണ്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജിമോൻ വാലടി, ജനറൽ സെക്രട്ടറി R വിനയചന്ദ്രൻ, വാർഡ് മെമ്പർമാരായ ശോഭന രാധാകൃഷ്ണൻ, രാകേഷ് പണിക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും അരി വിതരണം ഉടൻ ആരംഭിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് വിനോദ് ജി മഠത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 1 വരെയുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 1 വരെ കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ
ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ 2024 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 1 വരെ ഉയർന്ന ചൂടിനും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. ആലപ്പുഴ വിദ്യാഭ്യാസ ജില്ലാ അക്കാദമിക് കോംപ്ലക്സും 3ാം ഘട്ട അറബി അധ്യാപക സംഗമവും നടത്തി. വളഞ്ഞവഴി വ്യാപാര ഭവനിൽ ചേർന്ന സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇല്ലെങ്കിൽ നമ്മൾ അധ്യാപനത്തിന് പരാജയപ്പെടും. അപ്പൊ അതുകൊണ്ട് എത്ര ക്ലാസുകൾ പരിശീലനത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ചാലും അതെല്ലാം കൃത്യമായി സംഘടിപ്പിക്കുകയും കൃത്യമായി അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ നമ്മൾ ഒരു പൂർണ്ണനാവാൻ ശ്രമിക്കുന്നവരാണ് അധ്യാപകർ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണക്കാക്കി ഇത്തരം കാര്യത്തെ സമീപിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഒരാളുടെ ജീവിത വിജയത്തിൽ വളരെ പ്രധാനമാണ് എത്ര ഭാഷ പഠിച്ചാൽ അത് മികവുറ്റതാണ്. പറഞ്ഞല്ലോ, അത്രത്തോളം ആളുകൾ കൈകാര്യം ചെയ്ത ഭാഷയാണ്. ഇപ്പോ കേരളത്തിന്റെ ഒരു സമ്പദ്ഘടന നോക്കിയാൽ ആ സമ്പദ്ഘടനയിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് വിദേശത്ത് മലയാളി പോയി അധ്വാനിച്ച് ലഭിക്കുന്ന പണത്തിന്റെ വരവാണ്. സമ്മേളനത്തിൽ കൊല്ലം മേഖല IME PA അഷറഫ് അധ്യക്ഷനായിരുന്നു. അമ്പലപ്പുഴ ഹരിപ്പാട് ATC സെക്രട്ടറി നവാസ് H പാനൂർ, ആലപ്പുഴ ATC സെക്രട്ടറി M ഷിഹാബുദ്ദീൻ, റിട്ടയർഡ് അറബി അധ്യാപകരായ A ഹംസ കുഴുവേലി, H അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. നെടുമുടി പൂപ്പള്ളി മാത്തൂർ ഭാഗത്തു നിന്നും 2 കിലോ കഞ്ചാവുമായി 3 പേർ പോലീസ് പിടിയിൽ. പ്രതികളെ രാമഗിരി കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. നെടുമുടി പഞ്ചായത്ത് 6ാം വാർഡിൽ തോട്ടുവാത്തല മോഹനവിലാസം വീട്ടിൽ 67 വയസ്സുള്ള അമൃതകുമാർ, എറണാകുളം ആമ്പല്ലൂർ അരയങ്കാവ് കണ്ണാങ്കാട്ട് വീട്ടിൽ സണ്ണി മകൻ 20 വയസ്സുള്ള ജോസൂട്ടൻ എന്ന് വിളിക്കുന്ന ജിബിൻ, കോട്ടയം ജില്ലയിൽ ഓണന്തുരുത്ത് കുട്ടിവളച്ചൽ വീട്ടിൽ ജോയി മകൻ 33 വയസ്സുള്ള ആന്റണി ജോയി എന്നിവരാണ് 2 കിലോ കഞ്ചാവുമായി കഴിഞ്ഞ അർദ്ധരാത്രിയിൽ നെടുമുടി പോലീസിന്റെ പിടിയിലായത്. ജിബിനും ആന്റണിയും ആന്ധ്രയിൽ നിന്നും വാടകയ്ക്കെടുത്ത റെന്റേ കാറിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് പൊതികൾ നെടുമുടി മാത്തൂർ ക്ഷേത്രത്തിന് സമീപമുള്ള അമൃതകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള പുരയിടത്തിൽ വെച്ച് കൈമാറിയ സമയം നെടുമുടി ഷാഡോ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു ഇവർ. അമൃതകുമാറിനെതിരെ നെടുമുടി പോലീസിൽ നിരവധി പരാതികളാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. കുറച്ചു നാളുകളായി നെടുമുടി ഷാഡോ പോലീസ് അമൃതകുമാറിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. നെല്ല് സംഭരണത്തിലെ അപാകതകൾ ഉൾപ്പെടെ കർഷകരുടെ നിരവധിയായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നെൽ കർഷക സംരക്ഷണ സമിതി ഫെബ്രുവരി 29 എടത്തുവായിൽ പ്രതിഷേധ യോഗം ചേരും. സമരത്തിന്റെ 2ാം ഘട്ടമാണ് ഇതിലൂടെ ആരംഭിക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വർദ്ധിപ്പിച്ച നെല്ലുവിലയായ 31 രൂപ 35 പൈസ കർഷകർക്ക് നൽകുക, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ലും സംഭരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ യോഗമെന്ന് സമിതി മേഖലാ കൺവീനർ റോയ് ഊരാംവേലിൽ അറിയിച്ചു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നെല്ലെടുക്കുന്നതിനെ പറ്റിയോ മിഷൻ ഇറക്കുന്നതിനെ പറ്റിയോ യാതൊരു ധാരണയിലും എത്തിച്ചേർന്നിട്ടില്ല. എന്നാൽ അശാസ്ത്രീയമായി 22 കിൻഡൽ മാത്രമേ എടുക്കൂ എന്ന് ഉത്തരവ് നെല്ല് സംഭരണത്തിന് മില്ലുകാരെ അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിലും മില്ലുകാർ 22 കിൻഡലിൽ കൂടെ എടുക്കത്തില്ല എന്ന് പറഞ്ഞത് ഈ അത്യുൽപാദന ശേഷിയുള്ള നെല്ല് കൊയ്തു കഴിഞ്ഞാൽ ഏതാണ്ട് 30 കിൻഡലിലും 35 കിൻഡലിൽ കുറയാതെ ഈ പ്രാവശ്യം നെല്ല് ഉൽപ്പാദിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ 22-ൽ കൂടുതൽ വരുന്ന നെല്ല് ആരെടുക്കും? ഇതിനുള്ള വ്യക്തതയില്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടനാട്ടിലെയും എടത്തുവ മേഖലയിലെയും കൃഷിക്കാരുടെ സംയുക്തമായി ഒരു പ്രതിഷേധ മീറ്റിംഗാണ് നാളെ എടത്തുവയിൽ നടക്കുന്നത്. വൈകുന്നേരം 4-ന് ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ CSI സഭ മുൻ മോഡറേറ്റർ ഡോക്ടർ തോമസ് K ഉമ്മൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യും. എടത്തുവ സെന്റ് ജോർജ് ഫൊറോന വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ, പനയന്നാർക്കാവ് മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ ആനന്ദൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. തലവടി പഞ്ചായത്ത് 11-ാം വാർഡ് പാരാത്തോട് കുന്നേൽപ്പടി റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു ഉദ്ഘാടന പരിപാടികൾ. തലവടി പഞ്ചായത്ത് 11-ാം വാർഡിൽ ശോച്യാവസ്ഥയിൽ കിടന്നിരുന്ന പാരത്തോട് മുതൽ കുന്നേൽപ്പടി വരെയുള്ള റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് നടത്തിയത്.
ബ്ലോക്ക് പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 3 മീറ്റർ വീതിയിൽ റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്താണ് റോഡ് നിർമ്മാണം. മഴക്കാലത്തിന് മുൻപ് റോഡ് ഉയർത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത്. റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം റോഡ് ഗുണഭോക്താവായ വേണു കുരുമ്പാക്കുളം നിർവഹിച്ചു. രാജമ്മ, സലി, ഓവർസിയർ സുഭാഷ്, കരാറുകാരൻ ക്രിസ്റ്റോ ദേവസി തുടങ്ങിയവർ പങ്കെടുത്തു. പെൻഷൻ കുടിശ്ശികയും ക്ഷാമാശ്വാസ കുടിശ്ശികയും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന ഒഴിവാക്കണമെന്നും യൂണിയൻ മാടപ്പള്ളി ബ്ലോക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. KSSPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TJ എബ്രഹാം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെറുതോതിൽ പെൻഷൻ കൊടുക്കുന്ന രീതി ധാരാളം യൂണിറ്റുകളിൽ നിന്ന് നിലവിലുണ്ട്. ഇത് നമ്മുടെ മുൻ തലമുറക്കാരിൽ നിന്ന് ഏറ്റുവാങ്ങിയ. സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ജോണിക്കുട്ടി സ്കറിയ അധ്യക്ഷനായിരുന്നു. സാംസ്കാരിക വേദി കൺവീനർ പ്രൊഫസർ KV ശശിധരൻ നായർ, സംസ്ഥാന കമ്മിറ്റി അംഗം VN ശാരദാമൾ, ജില്ലാ കമ്മിറ്റി അംഗം KM ഭുവനേശ്വരി അമ്മ, CO ഗിരിയപ്പൻ, B സോമശേഖരപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ജോണിക്കുട്ടി സ്കറിയയെ പ്രസിഡന്റായും CO ഗിരിയപ്പനെ സെക്രട്ടറിയായും TN രാജേന്ദ്രബാബുവിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിന്റെ 130ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന തലമുറകളുടെ സംഗമം സ്പന്ദനം 2024 ചിരഞ്ചിറ സെന്റ് ജോർജ് ദേവാലയ ഓഡിറ്റോറിയത്തിൽ നടത്തി. 4ാം മേഖലാ സമ്മേളനമായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയത്. വിദ്യാലയം വീടുകളിലേക്ക് എന്ന ആശയവുമായി 5 മേഖലകളിലാണ് തലമുറകളുടെ സംഗമം സംഘടിപ്പിക്കുന്നത്. വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടിയായിരുന്നു 4ാം മേഖലാ സമ്മേളനം ആരംഭിച്ചത്. താരാപടി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര വാഴപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഷിൻ തലക്കുളം ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ചേർന്ന സമ്മേളനം ഫാദർ ജോസഫ് പൂവത്തുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാവരുടെ പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ പള്ളിയോട് ചേർന്ന് ഇവിടെ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി സ്കൂളിൽ പോകാനും സ്കൂളിൽ പഠിക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടാകണമെന്ന് നമ്മുടെ മാതാപിതാക്കളൊക്കെ പണ്ടേ ആഗ്രഹിച്ചിരുന്നതാണ്. പലപ്പോഴും നമ്മുടെ പെൺകുട്ടികളെ സ്കൂളിൽ വിടാതിരുന്നതിന്റെ കാരണം സുരക്ഷിതമില്ല എന്നുള്ളതാണ്. എന്നാൽ സെന്റ് ജോസഫ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം മാത്രമല്ല, അടിസ്ഥാനപരമായിട്ട് ഒരു സ്പിരിച്വൽ ആധ്യാത്മികമായൊരു അറ്റ്മോസ്ഫിയർ. സമ്മേളനത്തിൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ധന്യ തെരേസ് CMC അധ്യക്ഷയായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥിയും അധ്യാപികയുമായ മേരി മത്തായിയെ ചടങ്ങിൽ ആദരിച്ചു. സിസ്റ്റർ ജ്യോതി CMC, അധ്യാപകരായ വർഗീസ് ആന്റണി, സോണിമോൻ സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് VS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നാടിൻ്റെ സാംസ്കാരിക വേദിയിൽ പൂർവ്വ വിദ്യാർത്ഥികളും പുതിയ തലമുറയിലെ കുട്ടികളും തങ്ങളുടെ മാതൃവിദ്യാലയത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുന്ന മനോഹരമായ സമ്മേളനത്തിനാണ് ഓരോ വേദികളും സാക്ഷ്യം വഹിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും കലാപരിപാടികളും ചടങ്ങുകൾക്ക് മിഴിവേകി. 5ാമത്തെ മേഖലാ സമ്മേളനം തൃക്കുടിത്താനം സെന്റ് സേവിയേഴ്സ് ഫൊറോന ദേവാലയ അങ്കണത്തിൽ ഫെബ്രുവരി 29 വൈകുന്നേരം 3:30 ഫാദർ ആന്റണി ഏത്തക്കാട് ഉദ്ഘാടനം ചെയ്യും. മാതൃകാ കൃഷിത്തോട്ടം ഒരുക്കി ചങ്ങനാശ്ശേരി ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ. സ്കൂളിലെ എക്കോ ക്ലബ്, ടീൻസ് ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് കൃഷിയും വിളവെടുപ്പും. സ്കൂൾ കോമ്പൗണ്ടിലെ 3 സെന്റോളം സ്ഥലത്ത് 25 വിദ്യാർത്ഥികളാണ് പല വിധത്തിലുള്ള പച്ചക്കറികൾ വിളയിക്കുന്നത്. പയർ, തക്കാളി, വെണ്ട, വഴുതന, ചീര ഇവയെല്ലാം ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ഈ വർഷം പുതുതായി ആരംഭിച്ചതാണെങ്കിലും മികച്ച വിളവാണ് കൃഷിത്തോട്ടത്തിൽ നിന്നും ലഭിക്കുന്നത്. ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സംയോജിത കീടനിയന്ത്രണം എന്ന ആശയത്തിലൂന്നിയാണ് കൃഷി. മിത്രകീടങ്ങളെ ഉപയോഗിച്ച് മറ്റു കീടങ്ങളെ ഒഴിവാക്കുന്നതാണ് ഈ കൃഷിരീതി. കൃഷിയിടത്തിന് ചുറ്റും ചോളം നട്ടുപിടിപ്പിച്ച് പച്ചക്കറികളെ സംരക്ഷിക്കുന്ന രീതിയും ഇവിടെ അവലംബിച്ചിട്ടുണ്ട്. അതേസമയം ചോളത്തിൽ നിന്നും നല്ല വിളവാണ് ലഭിക്കുന്നതും. ചങ്ങനാശ്ശേരി പോലെ ഒരു സ്ഥലത്ത് ചോളം ഇത്ര കണ്ട് വിളയും എന്നതും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും പുതിയ അനുഭവമായി.
പച്ചക്കറി കൃഷി വീടുകളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് അധ്യാപകർ കുട്ടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവധിക്കാലത്ത് കൃഷി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പഠനോപകരണങ്ങൾക്കും യൂണിഫോമിനുമുള്ള വില കണ്ടെത്തണമെന്നാണ് അധ്യാപകരുടെ നിർദ്ദേശം. അങ്ങനെ മൊബൈൽ ഉപയോഗം പരമാവധി കുറച്ച് പ്രകൃതിയിലും കൃഷിയിലും ഇണങ്ങി സമയം ചെലവഴിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും എന്ന് അധ്യാപകർ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ കുട്ടികൾ കൂടുതൽ സമയവും മൊബൈലിലേക്കും മറ്റും പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതവരുടെ ബുദ്ധിവികാസത്തെയും മറ്റും ബാധിക്കുകയും മറ്റ് ചില പ്രശ്നങ്ങളിലേക്ക് അവർ പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പൊതുവേ നമ്മുടെ യുവതലമുറ, അത് സ്കൂൾ കുട്ടികളാണെങ്കിലും പ്ലസ് ടു വിദ്യാർത്ഥികളാണെങ്കിലും കോളേജ് വിദ്യാർത്ഥികളാണെങ്കിലും ലഹരി മുതലായ ഉപയോഗങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ കൃഷിയുടെ ഒരു ലഹരി അവരിലേക്ക് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചങ്ങനാശ്ശേരി ഗവൺമെൻറ് സ്കൂൾ ഇങ്ങനെയൊരു പദ്ധതി നടപ്പാക്കിയത്. ഇവിടെ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് ഫാമിംഗ് എന്നാണ് ഞങ്ങൾ ഈ നടപ്പാക്കിയ കൃഷിയിലെ ഒരു മാർഗം എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് ഫാമിംഗ് എന്താണെന്ന് ചോദിച്ചാൽ അല്പം പോലും കീടനാശിനികൾ ഉപയോഗിക്കാതെ പൂർണ്ണമായ ജൈവകൃഷി, അതായത് മിത്ര കീടങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കീടത്തെ കൊല്ലുക. അങ്ങനെ ഓരോ കീടത്തിനും സമാനമായിട്ടുള്ള മിത്ര കീടങ്ങളെ ഉപയോഗിക്കുക. പലതരം പ്രാണികൾ, ചെറു പക്ഷികൾ, ഇതൊക്കെ വന്ന് ഈ പുഴുക്കളെയും മറ്റും കൊല്ലുക എന്നുള്ളതാണ് ഇതിൻ്റെ മാർഗം എന്ന് പറയുന്നത്. അധ്യാപകനും എക്കോ ക്ലബ്ബ് കൺവീനറുമായ ടി എ മാർട്ടിൻ, അധ്യാപകരായ സൂസൻ ജോസഫ്, എം സുനി എന്നിവരാണ് കൃഷിയിടത്തിൽ വിദ്യാർത്ഥികൾക്ക് സഹകരണവും പ്രോത്സാഹനവും ഉറപ്പു നൽകുന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5730 രൂപ, പവന് 45,840 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.